നഗര ഗ്രാമവീഥികൾ ഗോകുലങ്ങളാകാൻ ഇനി അല്പസമയം കൂടി മാത്രം. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭായാത്രകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം തെരുവീഥികൾ കീഴടക്കും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന്, ഒപ്പം ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻ, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഏറ്റവും കേന്ദ്രീകരിച്ചുള്ള ശോഭായാത്ര എവിടെ നിന്ന് എവിടേക്കാണ്? കണ്ണന്മാരും ഗോപികമാരും ഒക്കെ ഒരുങ്ങി തയ്യാറായോ? ഗൂഗിളിൽ കുഞ്ഞിക്കണ്ണനും രാധമാരും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളത് ടൗൺ ഹാൾ ഭാഗത്താണ്. ഇവിടേക്കാണ് പല ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് ഈ ചൂടും വെയിലും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് ഇപ്പോൾ അല്പം കുറച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നൊക്കെ ഒരുങ്ങിയാണ് ആളുകൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തും. പിന്നീട് മഹാശോഭയാത്രയായി ജോസ് ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ നിന്നും പിന്നെ ഒരു ഘോഷയാത്രയോട് കൂടി ആയിരിക്കും സമാപിക്കുന്നത്. ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. കുറച്ച് കുസൃതിയാണ്. ആള് വന്നപ്പോ തൊട്ട് ഇച്ചിരി ഓട്ടവും ചാട്ടവും ആ ഓടക്കുള്ളിലൊക്കെ വെച്ചുകൊണ്ട് ശരിക്കും ഒരു കുഞ്ഞിക്കണ്ണനെ പോലെ തന്നെയാണ്. നമുക്ക് കണ്ണനോട് തന്നെ ചോദിക്കാം, ഹലോ എന്നാ ഇതാരാ? ഉമ്മയൊക്കെ തരുന്നുണ്ട് ബൈക്കിന്. ഇതെന്താ ഇട്ടേക്കണേ? ഇതെന്താ ഇട്ടേക്കണേ? ആരാന്നറിയോ? ഇത് ആരായിട്ട് ഒരുങ്ങിയേക്കുന്നേ? കൃഷ്ണന്റെ കുഞ്ഞിക്കണ്ണന്റെ പേരെന്താ? കുഞ്ഞിക്കണ്ണന് ഉമ്മ വെക്കാനാണ് കൂടുതലിട്ടും. മൈക്കിന് ഉമ്മ വെച്ചോണ്ടിരിക്കുകയാണ് കണ്ണൻ. ഇങ്ങനെ ഒരു ചെറുതാണിത്. വന്നപ്പോ തൊട്ട് ഓടി നടന്ന കുസൃതിയാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആള്. ശരിക്കും കണ്ണന്റെ ആ കുസൃതി എല്ലാം ഉണ്ട്. കണ്ണൻ ഇവിടെ ഒരു വലിയ കണ്ണനും ഇവിടെ കൃഷ്ണനും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എന്റെ പേര് ചേട്ടാ, എവിടുന്നാ വരുന്നത്? വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നതാണ്, കൃഷ്ണവേഷം കിട്ടുന്നതാണ്? എല്ലാ വർഷവും ഇവിടെ തന്നെ വരുന്നതാണ്? ഇങ്ങനെ ആളുകളെല്ലാം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് ശോഭായാത്ര ആരംഭിക്കുക. ഈ കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും ഒക്കെ അങ്ങനെ എറണാകുളം നഗരം കീഴടക്കാൻ ഇനി അല്പസമയങ്ങൾ മാത്രമാണ്. ഗോകുൽ, ഇനിയും കൂടുതൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ ഒരുങ്ങി എത്തുമ്പോൾ അവരൊപ്പം ചേരുക. എന്തായാലും മനോഹരമായ കാഴ്ചകൾ, ഭംഗിയുള്ള കാഴ്ചകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.